മൻ കാനത് ലഹു ജാരിയത്തുൻ മുഗന്നിയാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ മാത വഇൻദഹു ജാരിയത്തുൻ മുഗന്നിയാ ഫലാ തുസല്ലു അലൈഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഗായികമാരും ഗായകന്മാരുമുള്ള വീട്ടില് അവരെ വളർത്തിയെടുത്ത് അവരെ പാട്ടുപാടാനും നൃത്തം ചവിട്ടാനും ഏതൊരു മാതാപിതാക്കളാണോ തയ്യാറായത്, ആ ഗായികമാരും ഗായകന്മാരുമുള്ള വീട്ടിൽ വെച്ചെങ്ങാനും അവരുടെ പാട്ടുപാടുന്ന സദസ്സിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ ഫലാ തുസല്ലു അലൈഹി, അവന്റെ മേൽ നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കരുത്. ഗാനമേളയുടെ സദസ്സിൽ ഇരുന്നിട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയാൽ അവന്റെ മേൽ നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കരുത്. ഹബീബുനാ റസൂലുള്ളാഹി. അംഗീകരിക്കോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഹബീബായ തങ്ങൾ പറഞ്ഞതാ. അബൂബക്കർ പ്രത്യേകമായി മെനഞ്ഞുകൂട്ടി പറയുവല്ല, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വാക്കാണിത്. ഏതെങ്കിലും മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ പാട്ട് പാടിക്കാനും ഡാൻസും ഡിജെയ്ക്കും വേണ്ടിയാണ് നിങ്ങളെ വാർത്തെടുത്തത്, വളർത്തിയെടുത്തത്. ആ വാപ്പ മരിച്ചാൽ, ആ ഉമ്മ മരിച്ചാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കരുത്. അപ്പൊ എത്ര ഗൗരവമാണ് ഇതിന്റെ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. എത്ര ഗൗരവമല്ലേ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. മൻ സന്ന സുന്നതൻ സയ്യിഅതൻ വഅമില ബിഹാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു മോശമായ സുന്നത്തിനെ പിൻപറ്റിയാൽ, ഒരു മോശമായ പ്രവൃത്തിക്ക് കൂട്ടുനിന്നാൽ, വവിസ്റുഹാ അലൈഹി വവിസ്റു മൻ അമില ബിഹാ ഔ കമാ ഖാല അലൈഹി സലാം. അതിന്റെ മുഴുവൻ തെറ്റുകളും അതിന്റെ മുഴുവൻ പാദങ്ങളും അതിന്റെ മുഴുവൻ അപരാധങ്ങളും പാതകങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ നമ്മളിൽപ്പെട്ട ഒരു പെണ്ണിനെ പാട്ട് പഠിപ്പിച്ചു, അവള് ഫിലിമിൽ പോയി പാട്ടുപാടി, അവൾ ഒരു ആൽബത്തിലെ പാട്ടുപാടി, ഒരു മുസ്ലിം പെണ്ണോ മുസ്ലിം ചെറുക്കനോ പാട്ടുപാടി, അവർ ഒരു സിനിമ എടുത്തു, അവൻ മരിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു എന്നിരിക്കട്ടെ, അവർ മരണപ്പെട്ടതിന് ശേഷം ആ മരിച്ചുപോയ വ്യക്തിയുടെ പാട്ടെടുത്ത് ആരെങ്കിലും കേട്ടാൽ, ആ മ്യൂസിക് കേട്ടാൽ അതിന്റെ ശിക്ഷ ഉടനെ ആ ഖബറിലേക്ക് ഇറങ്ങുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന്റെ ആശയം. നമ്മളൊരു പാട്ട് പഠിപ്പിച്ചു, മ്യൂസിക് അടിച്ച്, ആ പാട്ട് ലോകമെല്ലാരും കണ്ടു, നെറ്റിലായി. ഈ പാടിയ വ്യക്തി മരിച്ചു, അല്ലെങ്കിൽ ഈ പാടിയ വ്യക്തിയെ പഠിപ്പിച്ച മാതാപിതാക്കൾ മരിച്ചു. ഈ പാട്ട് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ആരെല്ലാം കേൾക്കുന്നു, അപ്പോൾ അതിന്റെ ഇടി ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മൻ സന്ന സുന്നത സയ്യിഅതൻ. വാപ്പ ടിവി വാങ്ങിക്കൊടുത്തു, വീട്ടിൽ വാപ്പ ടിവി വാങ്ങിക്കൊടുത്തു, ആ ടിവി കണ്ടുകൊണ്ടിരിക്കുന്നു മക്കൾ, മാതാപിതാക്കൾ മരിച്ചുപോയി. ആ ടിവിയിൽ നല്ലതുമുണ്ട്, മോശമായ വശങ്ങളുമുണ്ട്. മോശമായ വശങ്ങളാണ് ആ കുട്ടികൾ കാണുന്നതെങ്കിൽ ആ ഉപ്പാന്റെ ഖബറിൽ അതിന്റെ ശിക്ഷ. ഓരോ സീരിയൽ കാണും തോറും, ഓരോ സിനിമ കാണും തോറും, ഓരോ മ്യൂസിക് കാണും തോറും ഇത് വാങ്ങിക്കൊടുത്ത ഉപ്പാന്റെ ഖബറിലേക്ക് അതിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ബർസഖിയായ ജീവിതം. നിങ്ങൾ എന്താ വിചാരിച്ച ഈ ഖബറിൽ കൊണ്ടുപോയിട്ട് മൗല പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എല്ലാവരും അസ്സലാമു അലൈക്കും ഫാത്തിഹ ഓതി വന്നു കഴിഞ്ഞാൽ പിന്നെ മൂപ്പിൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ് നിങ്ങൾ ധരിച്ചത്. കുറച്ചൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. ചെറിയ അബുവൊക്കെ ദുആയുടെ ബർക്കത്തുണ്ട്, രക്ഷപ്പെടും. ചെറിയതൊക്കെ നമുക്കറിയാം, നമ്മൾ അല്ലാഹു തആല മാപ്പാക്കും. ബർസഖിയായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്താ വിചാരിച്ച ഖബറിന്റെ ജീവിതം? നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോവുകയാണ്. കുറെ സ്വഹാബാക്കൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അലാമാ ഇജ്തമാ ഹൗലാ, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ യാഥാർത്ഥ്യം എന്തേ സ്വഹാബാ? ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബാക്കൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മറമാടുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുകയാണ് യാ റസൂലല്ലാഹ് എന്ന് സ്വഹാബാക്കൾ പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിന്റെ അരികിലേക്ക് നടന്നു പോവുകയാണ്. ആ സ്വഹാബിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ അരികിലേക്ക് നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ അരികിലിരിക്കുകയാണ്.
ഫബകാ ഹതാ ബല്ല സറാ മിൻ ദുമൂഇ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആ 6 അടി മണ്ണ് കണ്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്, കരയുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ബല്ല സറാ മിൻ ദുമൂഇ. ആ 6 അടി മണ്ണിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണ് മുഴുവനും നനയുമാറ് അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആ മക്ബറയുടെ പരിസരത്ത് നിന്നവരോട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുകയാണ്, ഏ സ്വഹാബത്തേ ഫഅഇദൂ ലിമിസ്ലി ഹാദൽ യൗം. ഇതേപോലെ ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും സംജാതമാകും സഹാബ. ഇതേപോലെ 6 അടി മണ്ണിൽ കിടക്കേണ്ടി വരും സഹാബ. 1000ഉം 10,000ത്തിന്റെ സ്ക്വയർ ഫീറ്റിലെ അമ്പരച്ചുംബികളായ കോട്ടകൊത്തളങ്ങളിൽ കിടന്നുറങ്ങുന്ന ഞാനും നിങ്ങളുമെല്ലാം നാളെ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് പോയി കിടക്കേണ്ടി വരും സഹാബ. ഫഅഇദൂ ലിമിസ്ലി ഹാദൽ യൗമിൽ അദീം. ഇതേപോലെ ഒരു ഭയാനകത നിറഞ്ഞ, ഇതേപോലെ ഒരു ഭയങ്കരമായ ഒരു ദിവസത്തെ ഞാനും നിങ്ങളും അയവിറക്കണേ, ഓർക്കണേ. ഇതിൽ തനിച്ച് ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു അവസരം ഉണ്ടാകുമെന്ന് ഈ ഖബർ കണ്ട് നിങ്ങൾ പാഠം പഠിക്കണേ എന്ന് സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഖബറിനെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം, ബർസഖിയായ ജീവിതത്തെ പരിചയപ്പെടുത്തിയതിന് ശേഷം മഹദിയായ ആയിഷ ബീവി പറയുകയാ, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലാ സ്വലാതൻ ഇല്ലാ തഅവദ മിൻ അദാബിൽ ഖബരി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഖബറിനെ പരിചയപ്പെടുത്തിയതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഏത് നമസ്കാരം നമസ്കരിച്ചാലും ഇല്ലാ തഅവദ മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ ഭയാനകതകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടാത്ത ഒരു നമസ്കാരവും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഹദിയായ ആയിഷ സിദ്ദീഖ. എന്താ മനസ്സിലായോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കായത്. ഹബീബായ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് നിസ്കാരം നമസ്കരിച്ചാലും ഖബറിൽ നിന്ന് രക്ഷ തരണേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബരി. ഖബറിന്റെ ഭയാനകതകളിൽ നിന്ന് നീ രക്ഷ നൽകണേ അല്ലാഹ്, സഹായം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാത്ത ഒരു നമസ്കാരവും ഞാൻ കണ്ടിട്ടേ ഇല്ല. എത്ര പേര് ചോദിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് പടച്ചവനെ ഖബറിൽ നിന്ന് രക്ഷ താ അല്ലാഹ്, ഖബറിൽ നിന്ന് രക്ഷ താ അല്ലാഹ്? എത്ര പേര് ചോദിക്കുന്നുണ്ട്? അല്ലാഹുവേ എന്റെ ഷോപ്പ് തുടങ്ങി കിടക്കാണ്, പടച്ചവനെ തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ കഫീൽ വിസ അടിച്ചേരുന്നില്ല, അടിച്ചു തരണേ അല്ലാഹ്. പടച്ചവൻ എനിക്ക് കുറെ പണം കിട്ടാനുണ്ട്, അത് വാങ്ങി തരണേ അല്ലാഹ്. പടച്ചവൻ എനിക്കൊരു പുര കെട്ടാനുണ്ട്, അത് കെട്ടിത്തരണേ അല്ലാഹ്. പടച്ചവനെ പുരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ കുറച്ച് കടയുണ്ട്, അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ തരണേ അല്ലാഹ്. പടച്ചവനെ ശരീരത്തിന്റെ രോഗം, എന്റെ മക്കളുടെ രോഗം, എന്റെ ഭാര്യയുടെ രോഗം നീ മാറ്റി തരണേ അല്ലാഹ്. ഇത്രയും പറയുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ എന്റെ ബർസഖിയായ ജീവിതം എനിക്ക് ആനന്ദവും സന്തോഷവുമാക്കി തരണമേ അല്ലാഹ്. മനസ്സുകൊണ്ട് പറയാറുണ്ടോ? വെറുതെ പറയരുത്, മനസ്സുകൊണ്ട് പറ. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ ചെയ്യും. ഞാൻ നാളെ ഒറ്റയ്ക്ക് കിടക്കേണ്ട എന്റെ വീട്, എന്റെ ബർസഖിയായ ആ വീട്ടിൽ അല്ലാഹ് എനിക്ക് നീ ആനന്ദം തരണേ പടച്ചവനെ എന്ന് മനമുരുകി ദുആ ചെയ്യാൻ ഏത് സത്യവിശ്വാസം നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആര് ചെയ്യുന്നുണ്ട്? എത്ര പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചെയ്തിട്ടുണ്ട് തുലോതുച്ഛമായ ആൾക്കാർ മാത്രം. ശരിയല്ലേ? ശരിയല്ലേ? മനസ്സോർന്ന് പറ, ശരിയല്ലേ? എല്ലാം കുടുംബകാര്യം, രോഗത്തിന്റെ കാര്യം, കടയുടെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം, ബിസിനസ് കാര്യം, അതൊക്കെയാണ് സംഭവം. പക്ഷെ ഖബറിനകത്ത് കൊണ്ടുവച്ചാൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് രക്ഷ തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് തന്നെയാണ് ഖബറിനെ ഓർത്ത് കരയുന്നത്. ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം വീഴുകയാണ്, ആ മണ്ണ് പോലും കുതിർന്നു പോവുകയാണ്. ഹബീബായ തങ്ങളെ ഒരിക്കലും ഖബർ വേദനിപ്പിക്കുകയില്ല, ഹബീബായ തങ്ങൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല. അത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന നഗ്ന സത്യമാണ്. പക്ഷേ ആ ഖബർ കണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ മാതൃകാ പുരുഷൻ പോലും പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞ
വാക്കെന്താണ്? സഹാബ, നാളെ ഒരു ദിവസം ഇതേപോലെ നമ്മൾ പോയി കിടക്കേണ്ടവരാണ് സഹാബ. ആ ഖബർ വെറുതെ വിടുകയില്ല സഹാബ. മണ്ണറയിലെ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഇന്നലിൽ ഖബരി ലിസാനാ യൻദിഖു ബിഹി. എന്നെയും നിങ്ങളെയും പോലെ ഖബറിന് നാവുണ്ട് സഹാബത്തെ. ഇന്നൽ ഖബ്റ ലയബ്കി ثم تقول ببكائه أنا بيت الدود وأنا بيت الوحدة وأنا بيت الليل أو كما قال عليه السلام. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നമ്മെ പോലെ നാവുണ്ട് ഖബറിന്, നാം കരയുന്നത് പോലെ കരയുമത്രേ ഖബർ കരയുമത്രേ. ഇന്നൽ ഖബ്റ ലയബ്കി, ഖബർ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അന ബൈത്തുദ്ദൂദ് അന ബൈത്തുൽ നീഖ് അന ബൈത്തുൽ വഹദ. എന്നെ കുറിച്ച് നിങ്ങൾക്കറിയുമോ സാദവിന്റെ മക്കളെ? ഞാൻ ഞെരിക്കുന്ന ഭവനമാണ്, ഞാൻ ഏകാന്തതയുടെ തടവറയാ, ഞാൻ വേദനിപ്പിക്കുന്ന വീടാണ്, ഞാൻ വേദനിപ്പിക്കുന്ന ഭവനമാണ്, നിങ്ങളെ പേടിപ്പെടുത്തുന്ന വീടാണ്. ഈ ഖബറുകൾ, ഈ ഭൂമിയിലുള്ള ഖബറുകൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദിവസം തോറും ഈ ഖബർ വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുമ്പോ ഞാനോ നിങ്ങളോ ഉറങ്ങാൻ കിടക്കുന്ന ഒരു 10 മിനിറ്റ് സമയമെങ്കിലും അല്ലാഹുവേ ബെഡ്റൂമിലെ ലൈറ്റ് അണച്ചിരിക്കുകയാണ്, കുറ്റാക്കൂരിട്ടാണ്, കൊടും ഇരുട്ടാണ്, അമാവാസിയെ പോലെ അന്ധകാരമാണ്. ഇതേപോലെ നാളെ ഒരു ദിവസം ഞാൻ ഖബറിൽ കിടക്കേണ്ടവനല്ലയോ? അന്ന് എന്റെ തരണി ഉണ്ടാവുകയില്ല, എന്റെ വാത്സല്യ പുത്രന്മാരോ പുത്രിമാരോ ഉണ്ടാവുകയില്ല. ഒറ്റപ്പെട്ട ഏകാന്ത തടവറയ്ക്കുള്ളിൽ കഴിയേണ്ടവനല്ലയോ അല്ലാ? അല്ലാഹു മർഹംനി വർഹം വഹശതി ഫീ ഖബരി. എന്റെ ഏകാന്ത തടവറയിൽ എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ അനുഗ്രഹിക്കണേ അല്ലാ എന്ന് ഞാനോ നിങ്ങളോ ഉറങ്ങുന്ന സമയത്ത് കണ്ണ് ഈറനണിഞ്ഞുകൊണ്ട് ഒരു 2 മിനിറ്റ് ഖബറിനെ ഓർത്ത് കരഞ്ഞ ചരിത്രമുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉറങ്ങുമ്പോ AC ഒന്ന് ഓണാക്കി കൂട്ടിയിട്, ഒന്ന് 19-ലിട്, ഒന്ന് 18-ലിട്, ഒന്നുകൂടെ തണുക്കട്ടെ. വെള്ളം എടുത്തിട്ടോ കുടിക്കാൻ കൊള്ളം കൊണ്ടുപോവാ, ആ ലൈറ്റ് അങ്ങോട്ട് ഓണാക്കിക്കോ. ബാത്റൂമിന്റെ കഥവ് അങ്ങോട്ട് അടച്ചിട്ട് പോ, ബെഡ്റൂമിന്റെ കഥവ് ലോക്ക് ചെയ്യ്. ഇതിനിടയ്ക്ക് എവിടെ ഖബറിനെ കുറിച്ച് ഓർക്കാം? ലൈറ്റ് എല്ലാം അണച്ചു, ഖബർ പോലെ ഇരുട്ടാണ്. പക്ഷെ ആ ഖബറിനെ കുറിച്ച് അല്പസമയമെങ്കിലും ഓർത്തിട്ട് ഒറ്റയ്ക്ക് ആ കണ്ണൊന്ന് ഈറനണിഞ്ഞാൽ ആ ഖബർ നമുക്ക് സന്തോഷമാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ബർസഖിലെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ മിൻ യൗമിൻ ഇല്ലാ വല്ലർദു തുനാദി കുല്ല യൗമിൻ ബിഖംസി കലിമാത്. ഖബറിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് പറയട്ടെ? ആ ഖബറിന്റെ നാവ് കൊണ്ട് ഖബർ വിളിച്ചു പറയുകയാണ്. ഒരു മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ, ആ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ സന്തൂക്കിൽ നിന്ന് 2 പേര് ചേർന്ന് ആ ഖബറിന്റെ ഇരുണ്ട മുറിയിലേക്ക് താഴ്ത്തി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ ഉൽഹിദ ഫീ ഖബരിഹി ഫയുനാദിഹി മലകുൻ. ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ബിൽ അംസി കുന്ത അലാ ലഹരിഹാ മാശിയാ വൽ യൗമ സിർത ഫീ ബത്നിഹാ മുൽതജിയാ. യബ്ന ആദം ബിൽ അംസി കുന്ത അലാ ലഹരിഹാ ലാഹികാ വൽ യൗമ അസ്ബഹത ഫീ ബത്നിഹാ ബാക്കിയാ. യബ്ന ആദം ബിൽ അംസി കുന്ത അലാ ലഹരിഹാ മുദ്നിബാ വൽ യൗമ സിർ അംസൈത ഫീ ബത്നിഹാ മുഅദ്ദബാ. എത്രയോ മയ്യത്ത് നമ്മൾ ഇറക്കി വെക്കാറുണ്ട്, എത്രയോ മയ്യത്തുകൾ കുളിപ്പിക്കാറുണ്ട്, എത്രയോ മയ്യത്തുകൾ നമ്മൾ പൊതിയാറുണ്ട്, എത്രയോ മയ്യത്തുകൾ സന്തൂക്ക് കട്ടിൽ എടുത്തു വെച്ചുകൊണ്ട് തോളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്.
പോകാറില്ലേ? പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാനും നിങ്ങളെ കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ ഖബറിന്റെ മഹാ അത്ഭുതമാണ്. ആദ്യമായി ആ ഖബർ സംസാരിക്കുമത്രേ. ആ ഖബറിലേക്ക് ഒരു മലക്കിറങ്ങി വരികയാ. ആ മലക്കിറങ്ങി വന്നുകൊണ്ട് ആ ഖബറിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ആദമിന്റെ മോനെ, ഇന്നലെ എന്റെ മുകളിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നവനല്ലേ, ഇന്ന് നീ കരഞ്ഞുകൊണ്ടാണ് എന്റെ ഉള്ളിലേക്ക് നീ കടന്നു വരുന്നത്. ആദമിന്റെ മോനെ, ഇന്നലെ നീ പാപം ചെയ്തുകൊണ്ട് എന്റെ മുകളിലൂടെ നീ നടന്നില്ലേ, ഇന്ന് നീ ശിക്ഷയ്ക്ക് വിധേയനായിട്ടാണ് എന്റെ ഉള്ളിലേക്ക് നടന്നു വരുന്നത്. ആദമിന്റെ മോനെ, ഇന്നലെ നീ ഓടിച്ചാടി ഈ ഭൂമുഖത്തോടെ നടന്നു നീങ്ങിയവനല്ലേ, പാട്ടുപാടിയവനാണ്, അട്ടഹസിച്ചവനാണ്, ആനന്ദിച്ചവനാണ്, ആഹ്ലാദിച്ചവനാ. ഇന്ന് നിന്നെ കുളിപ്പിക്കുകയാണ്, നിന്നെ പൊതിയുകയാണ്, ജനങ്ങളെ നിന്നെ താങ്ങിയെടുക്കുകയാണ്. നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, നിന്റെ കണ്ണൊന്ന് തുറക്കാൻ കഴിയുന്നില്ല. നിന്റെ പാവപ്പെട്ട മക്കൾ നിന്റെ ഓരത്തൊന്ന് പൊട്ടിക്കരയുകയാണ്. നിന്നെ ഇഷ്ടപ്പെട്ട, നിനക്ക് ഖിദ്മത്ത് ചെയ്ത നിന്റെ തരുണി നിന്റെ ഓരത്തുണ്ട്, നിന്റെ ചാരത്തുണ്ട്. പക്ഷേ അവളുടെ കണ്ണുനീര് നിനക്ക് കാണാൻ കഴിയും, പക്ഷേ പ്രതികരിക്കാൻ സാധ്യമല്ല. അവരുടെ കണ്ണുനീര് ഒന്ന് ഒപ്പിയെടുക്കാൻ നിനക്ക് സാധ്യമല്ല. ഇന്നലെ വരെ ചിരിച്ചു നടന്ന നീ ഇന്ന് നീ കരഞ്ഞുകൊണ്ടാണ് എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും നമ്മുടെ പള്ളിയുടെ മക്ബറകൾ ഈ 3 വാചകം വിളിച്ചു ചൊല്ലാത്ത ഒരു ദിവസം പോലും ഈ ഭൂമിയുടെ മുകളിലൂടെ കടന്നു പോകുന്നേ ഇല്ല. മദീനയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞതാണ്, അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു ഖബർ പോലും ഒരു പള്ളികളിലും ഒരു മഖാബറുകളിലും ഇല്ല. എല്ലാ ഖബറും വിളിച്ചു പറയും, എല്ലാ ഖബറും വിളിച്ചു പറയും. ഇന്നലെ സുഖിച്ചു നടന്നു, ഇന്ന് നീ വാ എന്റെ ഉള്ളിലേക്ക് വാ. ആരും ചിന്തിക്കാൻ, ആ മയ്യത്തിന് കേൾക്കാം ഈ പറയുന്നത്. എന്നിട്ട് ആ ഖബർ വിളിച്ചു പറയുകയാണ്, അനല്ലദീ മൻ ബൈതു മൻ ദഖലനി മുത്തിയാ ഖറജ മസ്റൂറാ വ അനല്ലദീ ബൈതു മൻ ദഖലനി ആസിയൻ ഖറജ മഖ്ബൂറാ. ഞാൻ ഏത് വീടാണെന്ന് നിങ്ങൾക്കറിയുമോ? സന്തോഷത്തോടുകൂടി എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ നിങ്ങളെ സ്വീകരിക്കുന്നതും സന്തോഷത്തോടുകൂടി മഹ്ശറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നവനാണ് ഞാൻ. അല്ലാഹുവിനെ ഭയപ്പെടാതെ അവനെ ധിക്കരിച്ചുകൊണ്ട് പാപം ചെയ്തവനായി എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നവരാണെങ്കിൽ ഞാൻ വെറുതെ വിടുകയില്ല. കുന്തുൽ യൗമ അലൈക നിഖ്മാ, ഞാൻ ഇന്നത്തെ ദിവസം നിന്നെ വേദനിപ്പിക്കുമത്രേ. മാത്രമല്ല ഖറജ മസ്ബൂറാ, വളരെ ദുഃഖിതനായി ദുഃഖാകുലനായിട്ടായിരിക്കും എന്റെ ഉള്ളിൽ നിന്ന് നീ മഹ്ശറയിലേക്ക് പോവുക. അതുകൊണ്ട് വൈൻ കാന മുത്തിഅൽ റബ്ബിക വ അനാ വ കുന്തുൽ യൗമ അലൈക നിഅമാ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സാലിഹായ മനുഷ്യനാണ് നീ എങ്കിൽ ഇന്നത്തെ ദിവസം നിന്നെ ഞാൻ സന്തോഷത്തോടെ നിന്നെ ഞാൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കുമത്രേ. അല്ലാഹുക്ക് ധിക്കാരം പ്രവർത്തിച്ചിട്ടാണ്, അവൻ വിരോധിച്ച കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ കൊണ്ട് അലൈക നിഖ്മാ, ഞാൻ നിങ്ങൾക്ക് വല്ലാത്ത വേദനയും ഇല്ലാത്ത പീഡനവും സമ്മാനിക്കുന്ന ഖബറാണ് ഞാനെന്ന് ഖബർ വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എത്ര ഖബർ കുഴിക്കുന്നു, എത്ര ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു, എത്ര ഖബർ മണ്ണിട്ട് മൂടുന്നു, എത്ര ഖബറുകളിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഖബറിൽ? ആരും മനസ്സിലാക്കുന്നില്ല. ാണ് ഖബർ. നമ്മൾ വെറുതെ ചുമ്മാ ഒരാളെ കൊണ്ടിട്ട് വെറുതെ അങ്ങനെ കുഴിച്ചിട്ടിട്ട് യാ അല്ലാഹ് മഅ സലാം എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. അവിടെ നിൽക്കണം. നമ്മൾ നിൽക്കുന്ന സമയം വരെ മലക്കൾ വരൂല. ഇസ്തഗ്ഫിറൂ ലിയഖീകും ഫഇന്നഹുൽ ആന യുസ്അൽ. നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. ആ ഖബറിന്റെ അരികിൽ നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ഖബറാളിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് പാപമോചനം തേട്. പോകരുത്.
ഒരു ഖബറിന്റെ അരികിൽ നിന്ന് സഹാബാക്കൾ വളരെ വേഗത്തിൽ പോകുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് നൽകിയ താക്കീതാണ്, നിങ്ങൾ പോകരുതേ പോകരുതേ, ആ ഖബറാളിക്ക് വേണ്ടി നിങ്ങൾ പാപമോചനം തേടണേ. അതാണ് നമ്മൾ ആ ഖബറിനരികിൽ നിന്ന് വിളിച്ചു പറയുന്നത്, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജൻബിഹി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. അല്ലാഹുവേ, ആ ഖബറാളിക്ക് നീ പുറത്തു കൊടു, ആ ഖബറാളിക്ക് വിശാലത കൊടു, ആ ഖബറാളിയുടെ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോകാതെ ധരിച്ചു നിൽക്കാതെ മറുപടി പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും നീ നൽകണേ പഠിച്ചവനെ എന്ന് നമ്മൾ ആ ഖബറിന്റെ അരികിൽ നിന്ന് ദുആ ചെയ്യുന്നതിനാണ് ഖബറിന് സന്തോഷം കിട്ടാനാണ്. ഖബറിന് സന്തോഷം കിട്ടാൻ ഖബറൊന്നും വെറുതെ വിടൂല ആരെയും, അത് പ്രവാചകന്റെ മോനാണെങ്കിലും പോലും. അതാണ് രസം, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, വസ്തുഖിനിയ മിൻ ഹാദിഹി ളമ്മത്തി തലാദത്തുൻ, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മൂന്ന് പേരാണ്. അതിലൊന്ന് അൽ അംബിയാ, അംബിയാക്കളാണ്, അവരെ ഖബർ വെറുതെ വിടും. രണ്ടാമത് ഖുൽ ഹുവല്ലാഹു അഹദ്, മരണസമയത്ത് ഓതുന്നവരാരാണോ അവരെയും ഖബർ ഞെരുക്കുകയില്ല. ആ ഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. എപ്പോഴും ഖുൽ ഹുവല്ലാഹു ഓതണം. സൂറത്തുൽ ഇഖ്ലാസ് അതൊരു വലിയ ബർക്കത്തുള്ള കേസാണ്. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ഇടങ്ങേറുകൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ നമ്മുടെ കൂട്ടത്തിൽ. ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഏറ്റവും എളുപ്പമായ വഴിയാണ് സൂറത്തുൽ ഇഖ്ലാസ് അധികമായി പാരായണം ചെയ്യുക. من قرأها 3 مرات عدل بالقراءة الوحي كله أو كما قال عليه السلام. ആരെങ്കിലും 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയവനെ പോലെയാണ്. സൂറത്തുൽ ഫാത്തിഹ ഒക്കെ ഓതുമ്പോൾ നമ്മൾ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നതിന്റെ കാരണം എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുന്നത് ഖുർആൻ മുഴുവനും ഓതിയവനെ പോലെയാണ് നബിയുനാ റസൂലുള്ളാഹി. അതാണ് 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതുന്നത്. من قرأها 3 مرات عدل بالقراءة الوحي كله. അല്ലാഹു തആല നബിതങ്ങൾക്ക് ഇറക്കി കൊടുത്ത വഹി മുഴുവനും ഒരാൾ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയവനെ പോലെയാണ്. 3 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ. ومن قرأها 30 مرة لم يفضله أحد من هذا اليوم. ആരെങ്കിലും 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അന്നേ ദിവസത്തിൽ അവനേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ പോലും ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല. 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്ക് അവനാണ് ഈ ഭൂലോകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. 30 പ്രാവശ്യം. ومن قرأها حين يدخل منزله نفعت عن الفقر ونفعت الجار. ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടാണ് പ്രവേശിക്കുന്നതെങ്കിൽ ആ വീട്ടിലെ ദാരിദ്ര്യം അല്ലാഹു എടുത്തു കളയുകയും അവരെ സംരക്ഷിക്കുകയും ആ വീടിന്റെ അയൽപക്കത്തുള്ളവർക്ക് പോലും അല്ലാഹു ദാരിദ്ര്യം നൽകുകയോ പട്ടിണി നൽകുകയോ ചെയ്യാതെ അവരെ സഹായിക്കുകയും ചെയ്യുമത്രേ. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വീട്ടിൽ കയറുന്ന സമയത്ത് ബാഗ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പുരയിൽ കയറുമ്പോൾ അവിടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കയറണം. പെണ്ണുങ്ങന്മാർ അശുദ്ധി ഉണ്ടെങ്കിൽ ഓതണ്ട, ആണുങ്ങന്മാർ ഓതട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കയറണം. കടയിൽ കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കയറണം. ഇത്ര വലിയ കാര്യം, കുറഞ്ഞ കാര്യമാണോ സൂറത്തുൽ ഇഖ്ലാസ്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടുറങ്ങിയാൽ إذا أراد أن ينام نام على يمينه ثم قرأ قل هو الله أحد 100 مرة. വലത് സൈഡിൽ കിടന്നുറങ്ങുക, വലത്തോട്ട് തിരിഞ്ഞു കിടക്കുക, തന്റെ കവിളിന്റെ താഴെ കൈവച്ച് കിടന്നുറങ്ങുക. 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, എന്റെ വലതു ഭാഗത്തു കൂടി നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. അല്ലാഹ് പ്രത്യേകമായിട്ട് അവനെ വിളിക്കും, എന്റെ വലതു ഭാഗത്തു കൂടി നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. സൂറത്തുൽ ഇഖ്ലാസ് ഓതി കിടക്കുന്നവർ ഉറങ്ങുന്ന സമയത്ത്
സിനിമയും സീരിയലും കണ്ടിട്ട് ഉറങ്ങുന്നവർക്ക് നാളെ ഇബ്ലീസ് വിളിക്കുമ്പോ എന്റെ ഇടതുഭാഗത്തോടി നരകത്തോട്ട് പോയിക്കോ, ഞാൻ പുറകെ വരാം. എന്റെ കൂട്ടുകാരെ മുഴുവനും ഞാൻ അകത്ത് കയറ്റിയിട്ട് ഞാൻ പുറകെ വരാം, ഇങ്ങോട്ട് പോയിക്കോളാൻ പറയാം, എല്ലാവരും ഇങ്ങോട്ട്. ഇതാ രണ്ട് വ്യത്യാസത. ഇഖ്ലാസ് ഓതിട്ട് ഉറങ്ങുന്നവർക്ക് കിട്ടുന്ന ഗുണമാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വത. നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരമാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ ഓതി ദുആ ചെയ്യ്, തീർച്ചയായും നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് വലിയ ഗുണങ്ങൾ, അതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ സവിശേഷതകളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഇഖ്ലാസ് ഓതിക്കോ. ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് നോദിക്കോട് ഓതാൻ പറ, സൂറത്തുൽ ഇഖ്ലാസ് ഓതട്ടെ. അസ്വസ്ഥത, ശാരീരികമായ ഒരു അസ്വസ്ഥത, ഒരു ബുദ്ധിമുട്ടോ നമുക്ക് അനുഭവപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു, ഇഖ്ലാസ് ഓതിക്കൊണ്ടുപോ, സൂറത്ത് ഇഖ്ലാസ് ഓതിക്കൊണ്ടുപോ. മരിക്കുന്ന സമയത്ത് നീ ഒരുപക്ഷെ മരിച്ചുപോയാലും പ്രശ്നമില്ല, ഇഖ്ലാസ് ഓതിട്ടാണ് അവൻ മരണപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, അവനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അല്ലാഹു അവനെ സഹായിക്കും. അതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു ഓതാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു ഓതാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു ഓതാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ ഓതിയിട്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവരെയും ഖബർ ഞെരുക്കില്ല. ബർസഖിലെ ഭാഗ്യവാന്മാരാണ്. ബർസഖിലെ ഭാഗ്യവാന്മാർ ആരെ? ഒന്ന് അമ്പിയാക്കൾ, രണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാണല്ലോ ഖബറിന്റെ അവസ്ഥകളെ കുറിച്ച്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കരയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ ഉഫിയ അഹദുൻ മിൻ ലഗതത്തിൽ ഖബ്രി ഇല്ലാ ഫാത്തിമത ബിൻത് അസദ് ബിനുൽ ഹാസദ് ബിൻ ഹാഷിം ഔ കമാ ഖാല അലൈഹി സലാം. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഫാത്തിമത ബിൻത് അസദ് എന്ന് പറയുന്ന മഹദിയല്ലാതെ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, വലൽ ഖാസിമുല്ലദീ വലാ ഇബ്നുൽ ഖാസിം, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയുടെ മകൻ ഖാസിമിനെ ഖബർ ഞെരുക്കുമോ ഹബീബേ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുത്തുമോനാണ്, പൊന്നുമോനാണ്. ഹബീബായ തങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുമോൻ ഖബറിൽ ഞെരുക്കപ്പെടുമോ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വലാ ഇബ്രാഹിമുല്ലദീ അസ്ഗറു മിൻഹു, ഖാസിം എന്ന് പറയുന്ന എന്റെ മൂത്ത മകനേക്കാളും ഇളയവനായ കുഞ്ഞു പൈതലായ ഇബ്രാഹിമിനെ പോലും ഖബർ വെറുതെ വിടുകയില്ല സ്വഹാബ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വളരെ വേദനയോടെ സ്വഹാബാക്കളോട് പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരുമ